ഹായ് ഗായ്സ്, ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് പോവാണ്. സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ മാത്രമേ സെയിം ഉള്ളൂ. സ്റ്റേറ്റ് വിട്ട് പോവാണ്, ആർക്കൻസാസിലോട്ട്. ടെക്സസിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെ ലിറ്റിൽ റോക്ക് എന്നൊരു സ്ഥലം. ഞങ്ങളുടെ ഒരു കസിൻ അവിടെ ഉണ്ട്. വീക്കെൻഡ് അവൻ്റെ കൂടെ. താങ്ക് യു. ബിഡോൾ എന്ന സ്ഥലത്ത് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. കിടിലം ഫുഡ്. അല്ലെങ്കിലും ഇതുപോലെ വിജനമായ സ്ഥലങ്ങളിലെത്തിയാൽ എപ്പോഴും 1-2 ഹോട്ടലേ കാണത്തുള്ളൂ. നല്ല അടിപൊളി ഫുഡും ആയിരിക്കും. വഴിയിലൊക്കെ നിർത്തി 3 സൂപ്പർ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് രാവിലെ ഏതാണ്ടൊരു 4:30 എങ്ങാണ്ടായി കസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ 10:30 ആയി. പിനക്കൽ മൗണ്ടനിലോട്ട് പോവാണ്. It's not the same size. This is like 1/3. ഞങ്ങൾ ലിറ്റിൽ റോക്ക് ഒന്ന് നടന്ന് കാണുമായിരുന്നു. അപ്പോഴാണ് വഴിക്കിത് ജോർജ് ഫ്ലോയിഡ് മെമ്മോറിയൽ. ഇത് ലിറ്റിൽ റോക്കിൻ്റെ സ്ട്രീറ്റ് ആർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അത് റീസെൻ്റ്ലി നടന്ന സംഭവം കാരണം അതൊന്ന് കൊടുത്തിട്ടിയെടുത്ത് അടിപൊളിയാണ്. ദാറ്റ്സ് ജോർജ് ഫ്ലോയിഡ്. ലിറ്റിൽ റോക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അധികം ആളില്ലാത്ത ഒരു കൊച്ചു സിറ്റിയാണ്. ആർക്കൻസാസിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ചുറ്റും ഫോറസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു. പിനക്കിൾ മൗണ്ടൻ സ്റ്റേറ്റ് പാർക്കിലെത്തി. വീക്കെൻഡാണ്, ഭയങ്കര തിരക്ക്, ഫുൾ വണ്ടികളാണ്. സമ്മിറ്റിലോട്ട് പോകാൻ കുറേ ട്രെയിലുണ്ട്, 2 ഉണ്ട്. അത് ഞങ്ങൾ എടുക്കുന്നതാണിത്, വെസ്റ്റ് സമ്മിറ്റ് ട്രെയിൽ. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. Yeah, maybe 3 hours. What time is it? Noon. Hey. ഫുള്ള് സ്റ്റെപ്പുള്ള ട്രക്കിങ്ങാണ്. സ്റ്റെപ്പുകൾ എപ്പോഴും പാടാ. ഏതാണ്ട് നാട്ടിലെ ഒരു ട്രക്കിങ്ങിൻ്റെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അതേ ടൈപ്പ് പച്ചപ്പും. പകുതി വഴി എത്തിയെന്ന് തോന്നുന്നു. അത് അടിപൊളി വ്യൂ. Snakes and ticks, you know. You want to take the left or the right one? മണ്ണൊക്കെ തീർന്ന് ഫുള്ള് പാറയായി. അങ്ങോട്ട് നല്ല കയറ്റമാണ്, ഫുള്ള് പാറ. കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലൊരു ട്രക്കിങ്. ഒരു 8-9 മാസമായിട്ട് നല്ലൊരു ട്രെക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ എഫക്റ്റ് കാണാനുണ്ട്. സ്റ്റോപ്പുകളുടെ എണ്ണം കൂടി. അത്ര സ്റ്റീപ്പൊന്നും അല്ലെങ്കിലും പെട്ടെന്ന് തളർന്നു പോകുന്നുണ്ട്. സ്ഥലം അടിപൊളിയാണ്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അതുകൊണ്ട് വെയിലൊന്നും കൊള്ളണ്ട. അതുകൊണ്ട് സമ്മിറ്റിൻ്റെ ഒരു 80% ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇനി കുറച്ചുകൂടെ ഉണ്ട്. കയറ്റം ഒത്തിരി കൂടുതലാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ട്രെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കൈക്കുഞ്ഞിനെ കൊണ്ട് വരെ ആൾക്കാർ ട്രെക്ക് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനൊരു ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല കൈക്കുഞ്ഞുമായിട്ടൊരാൾ ഇതുപോലത്തെ മല കയറി പോകുന്നത്. ആണ് ഞങ്ങൾ ഒരു ഷോർട്ട് കട്ട് എടുത്തതിൻ്റെ അപ്പുറത്തെ ട്രെയിൽ. ഇതുവഴി ആൾക്കാർ നടന്നു വരുന്നുണ്ട്.
What is your name again? Yours? Warren? ഇവിടുത്തെ ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാർ എല്ലാ പ്രായത്തിലും കൊച്ചു പിള്ളേർ തൊട്ട് കൈക്കുഞ്ഞ് മുതലുണ്ട്. ഇന്ന് പ്രായമായ ആൾക്കാർ വരെ കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര ഏജ് ഡിഫറൻസ് കാണില്ല. കുറച്ച് ചെറുപ്പക്കാരും മധ്യവയസ്കർ കാണുമായിരിക്കും. പിന്നെ കുറച്ച് പ്രായമായിരുന്നു പറഞ്ഞാൽ കുറച്ച് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗികളോ സ്വാമിമാരൊക്കെ ആയിരിക്കും. തിരിച്ച് പാർക്കിങ്ങിലെത്തി. വെയിൽ നല്ല ചൂടുണ്ട്. ഇന്നിന് വേറെ പരിപാടി നടക്കാൻ തോന്നുന്നില്ല. ഈ വെയിലത്ത് ബൈക്ക് ഓടിച്ച് നടക്കുന്നത് സമ്മതിക്കണം.